ക്രോസ് മീഡിയ അപ്പോളജറ്റിക്സിലേക്ക് സ്വാഗതം. കേരളം, നമ്മൾ ഇന്ന് കാണുന്ന കേരളം ഒരു കാലത്ത് അടിമക്കച്ചവടത്തിൻ്റെ കേന്ദ്രമായിരുന്നു. സംഘപരിവാറുകാരൊക്കെ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഡച്ചുകാരോ പോർച്ചുഗീസുകാരോ ഒന്നുമല്ല ഈ സമ്പ്രദായം ഇവിടെ കൊണ്ടുവന്നത്. ഇവിടെ അടിമക്കച്ചവടം, അടിമത്ത സമ്പ്രദായം നിലനിന്നിരുന്നു. ബി.ആർ. അംബേദ്കർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹൈന്ദവ നിയമദാതാവായ മനു ഇതിനെ ന്യായീകരിച്ചിരുന്നു. മറ്റ് സ്മൃതികാരന്മാരും ഇതിനെ സിസ്റ്റമാറ്റിക്കായിട്ട് വിശദീകരിച്ചിരുന്നു. അർത്ഥാൽ ഇതിനെ ഹൈന്ദവത അംഗീകരിച്ചിരുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടായിരുന്നു. ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ ഇവരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്ന ഈ വ്യവസ്ഥ നന്നായി ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന്, കോട്ടയത്ത് നിന്ന്, കൊല്ലത്ത് നിന്ന്, പ്രത്യേകിച്ച് കൊച്ചിയിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് അടിമകളെ കയറ്റി അയക്കുന്ന പതിവുണ്ടായിരുന്നു. നൂറുകണക്കിന്, ആയിരക്കണക്കിന് മനുഷ്യരെ അടിമകളായി കയറ്റി അയച്ചിരുന്നു. ഇവിടെ നിന്ന് കയറ്റി അയക്കുന്ന അടിമകളെ ഗാർഹിക ആവശ്യങ്ങൾക്കായിട്ടായിരുന്നു കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. മറ്റു കാര്യങ്ങൾക്കായിട്ട് ആഫ്രിക്കൻ അടിമകളെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഡച്ചുകാരുടെ കാലത്താണ് അടിമക്കച്ചവടം വളരെ തകൃതിയായിട്ട് നടന്നത്. ആ സമയത്ത് ഡച്ചുകാർക്ക് അതിനെല്ലാ പിന്തുണയും നൽകിയത് ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ്. അതിൽ ഇവിടെ തദ്ദേശീയരായിട്ടുള്ള സുറിയാനി ക്രിസ്ത്യാനികളിൽ 45% കത്തോലിക്കരുമായിരുന്നു അടിമക്കച്ചവടത്തിന് കൈത്താങ്ങ് നൽകിയത്. ഇവിടെയുള്ള മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളെ അടിമകളായിട്ട് കയറ്റി അയക്കുന്നതിൽ ഡച്ചുകാരുടെ പ്രധാന ഏജൻറ്റുകളായിരുന്നു ഇവിടുത്തെ സുറിയാനി ക്രിസ്ത്യാനികൾ. മുസ്ലിങ്ങളും ഇതിൻ്റെ വ്യാപാരികളായിരുന്നു. ഈ ചരിത്രം നമ്മൾ അറിയാതെ പോകരുത്. ഈ അടിമക്കച്ചവടത്തിൻ്റെ ഒരു അവസാനം കുറിച്ചത് വിദേശത്ത് നിന്ന് വന്ന ക്രിസ്ത്യൻ മിഷണറിമാരാണ്. അവർ തുടർമാനമായി നടത്തിയ പ്രക്ഷോഭങ്ങൾ, നിയമപരമായ ഇടപെടലുകളൊക്കെയാണ് അടിമക്കച്ചവടം നിയമപരമായിട്ടും പ്രായോഗികപരമായിട്ടും നിർത്തലാക്കിയത്. ഇത് വലിയൊരു ചരിത്രമാണ്, മറഞ്ഞുകിടക്കുന്ന ഒരു ചരിത്രമാണ്. കേരളത്തിലെ ചരിത്രകാരന്മാർ പല കാര്യങ്ങൾ ഡച്ച് കാലത്തെക്കുറിച്ചും ഫ്രഞ്ച്, പോർച്ചുഗീസ് കാലത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും അടിമക്കച്ചവടത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ കാര്യമായിട്ട് എഴുതിയിട്ടില്ല. ഇവിടുത്തെ സുറിയാനി ക്രൈസ്തവ പള്ളികൾ 6 ദിവസം അടിമക്കച്ചവടത്തിനും 7-ാം ദിവസം ആരാധനയ്ക്കായിട്ടും തുറന്നു കൊടുത്ത ചരിത്രമുണ്ട്. മുളന്തുരുത്തി പള്ളിയൊക്കെ അടിമക്കച്ചവടത്തിൻ്റെ വിഹാര കേന്ദ്രമായിരുന്നു. തീർച്ചയായിട്ടും ബൈബിൾ ഇതിനെ പിന്താങ്ങുന്നില്ല. യേശുക്രിസ്തുവോ 1-ാം നൂറ്റാണ്ടിലെ ക്രൈസ്തവതയോ ഇതിനെ അനുകൂലിക്കുന്നില്ല. ക്രിസ്ത്യാനിറ്റിയുടെ പരമപ്രധാനമായിട്ടുള്ള കോറായിട്ടുള്ള ആശയം ഇതിനെതിരാണ്. ഒരു കാലത്തും ക്രൈസ്തവതയ്ക്ക് ഇതിനെ അനുകൂലിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇവിടെ ഉണ്ടായിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ ഇതിൻ്റെ മൊത്ത കച്ചവടക്കാരായിരുന്നു എന്നുള്ള കാര്യം വിസ്മരിക്കാൻ പറ്റില്ല. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് ചെറിയൊരു സന്തോഷം തോന്നി. ഇവരാണ് ഈ പരിപാടികളൊക്കെ ചെയ്തതെന്ന് സന്തോഷം തോന്നി. ചിലപ്പോൾ നിങ്ങളും ഇതിൻ്റെ ഏജൻറ്റുമാരായിരുന്നു, ഈ അടിമക്കച്ചവടത്തിൻ്റെ ഏജൻറ്റുമാരായിരുന്നു. ഇതിന് അവസാനം കുറിച്ചത് വിദേശത്ത് നിന്ന് വന്ന ക്രൈസ്തവ മിഷണറിമാരാണ്.